പ്രൈസ് ഗാഡ്. മക്കളെ, ഇന്ന് നമ്മൾ 2 വാക്കുകൾ പരിചയപ്പെടാൻ പോവുകയാണ് ഈ എപ്പിസോഡിൽ. ഓക്കെ, അറിയാവുന്ന വാക്കാണ്, പരിചിതമാണ്, എങ്കിലും നമുക്കൊന്നിച്ച് ആ വാക്കുകൾ പരിചയപ്പെടാം. ഒന്ന് സക്സസ്. സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പറയല്ലേ, വിക്ടറി, ജയം അല്ലേ? നമുക്ക് ഒരു അവാർഡ് കിട്ടുമ്പോൾ അതൊരു വിജയമാണ്. നമ്മൾ ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു നല്ലൊരു മതിപ്പ് തോന്നുന്ന കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ സംതിങ് ഗ്രേറ്റ്, സംതിങ് ഗുഡ്, അതാണ് വിജയം. ഓക്കെ, ഇനി മീനിങ് എന്ന് പറഞ്ഞാലോ, അർത്ഥം. ഉദാഹരണത്തിന് സിസ്റ്റർ കാണിക്കുകയാണ്, ഇതെന്താ എന്ന് വെച്ച് നമ്മൾ എന്ത് പറയും? ഇതൊരു സോസറാണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് കപ്പ് വെക്കാം. കപ്പും സോസറും അതിൻ്റെ ബേസായിട്ട് വെക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കടല മിക്സ്ചർ ഒക്കെ ഇട്ട് നമുക്ക് കഴിക്കാനുള്ള ഒരു പാത്രമായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതെന്തെന്ന് ചോദിച്ചാലോ, ഇത് സ്കെച്ച് പെന്നാണ്, വരയ്ക്കാം. നമുക്ക് ഒരു ആശയം സിസ്റ്ററിൻ്റെ മനസ്സിലുള്ളത് അവതരിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇത് വരയ്ക്കാനും എഴുതാനും ഒക്കെ ഉപയോഗിക്കാം. ഇതാണെങ്കിലോ കണ്ണട. നമുക്ക് ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെ ആണോ ഗുഡാണോ അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് നമുക്ക് ഈ കണ്ണട നോക്കി നമ്മുടെ രൂപം നമുക്കറിയാം. ഇതാണെങ്കിലോ നമ്മുടെ സ്വന്തം ഇഷ്ടമാണ് അല്ലേ? നമ്മളെ ദൈവം നമ്മളെ ചലിപ്പിക്കുന്ന, നമ്മളെ കൂട്ടുപിടിക്കുന്ന, നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്ത ക്രിസ്തുവാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം, അതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ലക്ഷ്യം എന്താണ്, അതിൻ്റെ ദോഷഫലങ്ങൾ എന്താണ്, അതിൻ്റെ നല്ല വശങ്ങൾ എന്താണ്, അതാണ് അർത്ഥം. അപ്പം എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? എന്തിനാ എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ചത്? ഈ ലോകത്തിൽ ഞാൻ എന്തിനായിരിക്കുന്നത്? ഇതാണ് അർത്ഥം. മറ്റേ സക്സസ്, നമുക്കൊരു കാര്യം കിട്ടി, നമ്മൾ അതിൽ ഇച്ചിരി ഉയർച്ച ഉണ്ടായി, കുറച്ച് എല്ലാത്തിനേക്കാൾ ഇച്ചിരി മികവ് കാണിക്കുമ്പോൾ ലോകം തരുന്ന അംഗീകാരം, ഇതാണ് സക്സസ്, വിജയം. പിടികിട്ടി? ഇനി മക്കളെ, നമുക്ക് ഈ ലോകത്തിൽ ഒന്നെങ്കിൽ സക്സസ്ഫുള്ളായിട്ട് ജീവിക്കാം, 2 മീനിങ് ഫുള്ളായിട്ട് ജീവിക്കാം. ഓക്കെ, ഇത് ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് ജീവിക്കാം. അതിനാണ് സിസ്റ്റർ 2നും 2 ഏണി വെച്ചിട്ടുണ്ട്. വീട്ടിൽ ഏണിയില്ലേ, നമുക്ക് മുകളിൽ ഒരു സാധനം എന്ന് പറഞ്ഞാൽ സിസ്റ്ററിന് ഇപ്പോൾ തറ ലെവലിൽ നിന്ന് ഈ ആകാശം തൊടാൻ പറ്റത്തില്ല എന്ന് സിസ്റ്റർ നല്ല പൊക്കമുള്ള ഒരു ഏണി വെച്ചാലോ ഇതിൽ കയറി എനിക്ക് തൊടാം. ഇവിടെ ഇരിക്കണ ബൾബ് എനിക്കൊന്ന് തുടയ്ക്കണം, ഒന്ന് ഊരിയെടുക്കണം, എന്നാ ചെയ്യണം? ഈ ലെവലിൽ നിന്നാൽ പറ്റുമോ? എത്തത്തില്ല. ഏണി എടുത്താൽ നമുക്ക് പൊങ്ങിപ്പോയി തുടച്ച് വൃത്തിയാക്കി സിസ്റ്റർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാം. അതിന് നമ്മളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഏണി. അപ്പോൾ വിചാരിക്കുക, 2 ഏണിയുണ്ട്, സിസ്റ്റർ പരിചയപ്പെടുത്തിയായിരുന്നു. ഒന്ന് സക്സസ്ഫുൾ, ഒന്ന് മീനിങ് ഫുൾ. അപ്പോൾ ഈ സക്സസ്ഫുള്ളിന് ഇതിൽ മീനിങ് ഫുള്ളിന് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി തരാൻ വേണ്ടി ഒരു ബോളിൽ കുറച്ച് പേപ്പർ സ്റ്റിക്കി നോട്ട്സ് സിസ്റ്റർ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം മക്കളും കൂടി പറയണം ഏതിനകത്ത് നമുക്ക് ഒട്ടിക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് തൽക്കാലം നമുക്ക് എടുക്കാം. ഒന്ന്, രോഗികളെ സഹായിക്കുക. ഓക്കെ, അപ്പോൾ ഏത് വരും? സക്സസ്ഫുള്ളിൻ്റെ അകത്ത് വരുമോ, മീനിങ് ഫുൾ ആയിട്ടുള്ളതിൻ്റെ അകത്ത് വരുമോ? നമുക്ക് കൂടുതൽ സന്തോഷം തരുന്നത്, സംതൃപ്തി തരുന്നത് ഏതായിരിക്കും? ലോങ് ലാസ്റ്റിംഗ്, കൂടുതൽ ദീർഘനേരം നിൽക്കുന്നത്. അപ്പോൾ മീനിങ് ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിത് സ്റ്റിക്കി നോട്ട് പശയുണ്ട്. ഈ പശയിൽ സിസ്റ്റർ ഈ ലാഡറിൻ്റെ അകത്ത് ഒട്ടിക്കാം. പോകരുത്, നമുക്ക് 2 ഒന്നിച്ച് കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത സിസ്റ്റർ വേറെ ഒന്ന് എടുക്കുവാണ്. ഇത് കൊള്ളാം, SSLCക്ക് ഫുൾ A+. ഓക്കെ, ഫുൾ A+. അപ്പോൾ എന്താണ്? സക്സസ് ആയിരിക്കുമോ, മീനിങ് ആയിരിക്കുമോ? സക്സസ് ആയിരിക്കും അല്ലേ? നമുക്ക് കൈയടി കിട്ടും, നമ്മുടെ പോസ്റ്റർ വരും, പള്ളിമുറ്റത്ത് അവർ ഒട്ടിക്കും, അവാർഡ് തരും, ചിലപ്പം ക്യാഷ് പ്രൈസ് ഒക്കെ തരും, എല്ലാവരും ഗുഡ് എക്സലൻ്റ് എന്ന് പറയും. ഓക്കെ, നമ്മൾ 2 ഒട്ടിച്ചു എന്ന് വിചാരിക്കുക. മീ സിസ്റ്റർ എടുക്കുവാണേ. ഓക്കെ, കരുണ. നമ്മൾ ഒരാളോട് നമുക്ക് കുറച്ച് ദ്രോഹമൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മൾ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട്, എങ്കിലും നമ്മൾ അവരെ തിരിച്ചടിക്കാതെ, നമ്മൾ വേണ്ടാത്ത വാക്കുകൾ പറയാതെ നമ്മൾ അങ്ങ് വിടുന്നു. ഓക്കെ, നമ്മൾ ക്ഷമിക്കുന്നു, കരുണ കാണിക്കുന്നു, ദയ കാണിക്കുന്നു. അപ്പോൾ അത് ഏതിൽ വരും? സക്സസ് ആണോ, അത് എൻ്റെ ജീവിതത്തിന് അർത്ഥം കൊണ്ടുവരുന്നതാണോ? മീനിങ് ഫുൾ ലൈഫ്. അപ്പം ആ ഏണിക്കകത്ത് സിസ്റ്റർ ഒട്ടിച്ചു. വീണ്ടും അടുത്തൊന്ന് എടുക്കുന്നു. കൂട്ടുകാരെ സഹായിക്കുക. മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുന്നു. നമുക്ക് സഹായിക്കാതിരിക്കുക അല്ലേ? പക്ഷെ ഞാൻ എൻ്റെ കൂട്ടുകാരനെ, അവന് കണക്ക് ഭയങ്കര പ്രശ്നമാണ്, പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല, ഞാനാണെങ്കിൽ കണക്കിന് ഇച്ചിരി മിടുക്കനാണ്, അപ്പോൾ ഞാൻ കണക്ക് പഠിപ്പിക്കുന്നു. ഓക്കെ, അവനെ സഹായിക്കുന്നു, അവന് നല്ല മാർക്ക് കിട്ടുന്നു. അപ്പോൾ ഏതിൽ വരും? മീനിങ് ഫുൾ, എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥം കൊണ്ടുവരുന്നതാണ്. ഇനി നമുക്ക്
നമുക്കൊരു നല്ലൊരു കാറ് വാങ്ങിച്ചു, നല്ല മുന്തിയ കാറ്, ഒരു BMW കാറ് വാങ്ങിച്ചു, വീട്ടിൽ കൊണ്ടുവന്നു, അതിട്ടു. അപ്പോൾ ഏതാ, സക്സസ് ആണോ, മീനിങ് ആണോ? സക്സസ് ആണ്. നമുക്ക് അതും വീണ്ടും മറ്റു കൂട്ടുകാർ ചെറിയ കാറിൽ 2 വീലറിൽ പോകുമ്പോൾ നമ്മൾ 4 വീലറിൽ പോകുന്നു, ഹായ് പറയുന്നു, അത് സക്സസ് ആണ്. പിന്നെ അടുത്തോ, ജോലി, നല്ലൊരു ജോലി കിട്ടി മക്കളെ, അപ്പോൾ അതേതായിരിക്കും, സക്സസ് ആണ് അല്ലേ, നമുക്ക് ജോലി കിട്ടി. അപ്പോൾ നമുക്കത് വീണ്ടും നമുക്ക് ഇതിനകത്തേക്ക് സക്സസ്സിലൊട്ടിക്കാം. പിന്നെ എന്താ, അവാർഡ്, നമുക്ക് എന്താണ്, നമ്മുടെ ലൊക്കാലിറ്റിയിൽ പഞ്ചായത്ത് നമുക്കൊരു അവാർഡ് തന്നു, സ്റ്റേറ്റ് ഗവൺമെൻറ് നമുക്കൊരു അവാർഡ് തന്നു. കാരണം നമ്മൾ നീറ്റ് പരീക്ഷ അല്ലെങ്കിൽ GT പരീക്ഷ, നെറ്റ്, സെറ്റ് ഇതൊക്കെ എഴുതി ക്ലിയർ ആക്കി, അവാർഡ്. ഓക്കെ, അത് സക്സസ് ആയി. ഓക്കെ, നമുക്കിനി ഒന്നും കൂടി എടുക്കാം. നമ്മൾ സ്നേഹിക്കുന്നു, പപ്പയെ അമ്മയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നു, അപ്പോൾ അത് ഏതിൽ വരും? ഓക്കെ, സ്നേഹം മീനിങ് ഫുള്ളിൻ്റെ അകത്താണ് വരുന്നത്. ഓക്കെ, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനയാണെങ്കിലോ, പ്രാർത്ഥന നമ്മൾ വീട്ടിൽ ജപമാല ചൊല്ലാൻ കൂടുന്നു, ഈശോയെ വിളിക്കുന്നു, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നു, അതൊക്കെ മീനിങ് ഫുൾ, ജീവിതത്തിന് ഒരു അർത്ഥവും ലക്ഷ്യവും ഒക്കെ മനസ്സിലാക്കാൻ പ്രാർത്ഥന നമ്മളെ സഹായിക്കും. നല്ല സംസാരം, കരുണയോടെ നമ്മൾ സംസാരം, മയമുള്ള, നമുക്ക് 2 തരത്തിൽ ഉപയോഗിക്കാം. നമ്മളെ വാവ് വെച്ച് നമുക്ക് മോശമായിട്ടുള്ള തെറിവിളി ചെയ്യാം, ഡിക്ഷണറിയിൽ ഇല്ലാത്ത വാക്കുകൾ പ്രയോഗിക്കാം, എന്നാൽ നല്ല മയമുള്ള, ആരെയും വേദനിപ്പിക്കാത്ത വാക്കുകൾ ഉപയോഗിക്കാം. അപ്പം നല്ല സംസാരം. ഓക്കെ, അത് നമുക്ക് ഏതിനകത്ത് പെടുത്താം? മീനിങ് ഫുള്ളിൻ്റെ അകത്ത് പോകട്ടെ. ഇനി ഒന്നും കൂടി, സമ്പത്ത്, സമ്പത്ത് ഏതാ? സക്സസ്. ഓക്കെ, തൽക്കാലം മതിയല്ലേ. ഓക്കെ, നമുക്ക് പഠിക്കാൻ അത്യാവശ്യം ഇത് മതിയാവും. അപ്പോൾ മക്കളെ നോക്കിക്കേ, നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ എഴുതി ഒട്ടിച്ച് സക്സസ്ഫുൾ ലൈഫും മീനിങ് ഫുൾ ലൈഫും വ്യത്യസ്തമായി നമ്മൾ ഒട്ടിച്ചു. ഓക്കെ, അപ്പോൾ ഇതിന്ന് മനസ്സിലാക്കിയത് എന്താ? ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ലോകത്തിലെ സക്സസ്ഫുൾ മനുഷ്യരായി മാറും, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥവും വ്യാപ്തിയും ഒക്കെ കൊണ്ടുവരും. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കണോ അതോ മീനിങ് ഫുൾ ആയിട്ട് ജീവിക്കണോ? കുഞ്ഞു കൂട്ടുകാരെക്കാട്ടിലും വലിയവർക്ക് കുറച്ചുകൂടി മനസ്സിലാവും. സക്സസ്ഫുൾ ആയിട്ട് ജീവിച്ചാൽ നമ്മളൊരു മല, ഓക്കെ, ഒരു മലയിലിങ്ങനെ കയറി ഇങ്ങനെ പോവാണ്. ഓക്കെ, മീനിങ് ഫുൾ ലൈഫ് നമ്മുടെ ഉള്ളിലേക്ക് പോകണം. നമ്മുടെ ഉള്ളിൽ എന്താണ്, വാട്ട് ഈസ് വിതിൻ മീ, അല്ലെങ്കിൽ മേക്കിംഗ് ആൻ ഇൻവേർഡ് ജേർണി എന്ന് പറയും. നമ്മുടെ ഉള്ളിലേക്ക് ഒരു യാത്ര ചെയ്തു. ശരിക്കും ആ യാത്രയിൽ ആണ് നമ്മൾ കണ്ടെത്തുന്നത് ഞാൻ ആരാ, ഞാൻ എന്തിനാ, ഓക്കെ, ഈ ലോകത്തിൽ എന്തിനാണ് എൻ്റെ ഉത്തരവാദിത്തം, ഞാൻ എന്തിനാ ജീവിക്കുന്നത്, എന്തെങ്കിലും അർത്ഥമുണ്ടോ, ഇങ്ങനെ ജീവിച്ചാൽ മതിയോ, ഇങ്ങനെ ഓടിയാൽ മതിയോ, ഇതൊക്കെ നമ്മൾ ഉള്ളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. സക്സസ്ഫുൾ ആകുമ്പോൾ അവാർഡാണ്, ക്രെഡിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇനി ഉയരണം. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ കണ്ടു ഫുൾ A+, ഓക്കെ, SSLCക്ക് ഫുൾ A+ കിട്ടി. ഈ A+ കിട്ടിയ കുഞ്ഞിന് അടുത്ത വർഷം +1 ചേർന്നു B+ ആയിപ്പോയാലോ, D+ ആയാലോ സങ്കടം വരില്ലേ? ആ സക്സസ് പിന്നെ കാണോ, ആ വിക്ടറി കാണോ? ഇല്ല. പിന്നെ പോസ്റ്ററിൽ കാണില്ല. D+ ആയാൽ പിന്നെ എല്ലാം ഔട്ട് ഓഫ് കവറേജ് ഏരിയ പോലെ ആകും, ഔട്ട് ഓഫ് സിലബസ് ആയി. കൊച്ചിന് വീണ്ടും സങ്കടം. അപ്പം നാട്ടുകാർ ചോദിക്കില്ലേ, കഴിഞ്ഞ വർഷം നന്നായി പഠിക്കുമായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റി? ഓ, ഇപ്പം നീ ഉഴപ്പനായല്ലേ, ഇങ്ങനെയൊക്കെയല്ലേ കമൻറ്റ് വരുന്നേ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പം സക്സസ് ആയാൽ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കണമെന്നില്ല. ഓക്കെ, ഒരു മലമുകളിൽ നിന്ന് വീണാൽ എന്തായിരിക്കും മക്കളെ അവസ്ഥ? മലമുകളിൽ നിന്ന് താഴോട്ട് വീണാൽ തവിട് പൊടിയാവും അല്ലേ, നട്ടെല്ല്, സ്പൈനൽ കോഡെല്ലാം പൊട്ടും, കൈ ഒടിയും, വളയും, ആകപ്പാടെ പിന്നെ മുടന്തി ആയിരിക്കും. ഭയങ്കര ആകപ്പാടെ പ്രശ്നമായിരിക്കും. ചിലപ്പോൾ ജീവൻ തന്നെ കാണില്ല. കാരണം അത്രയും ഉയരത്തിൽ നിന്ന ഒരു വ്യക്തി, സക്സസ്ഫുൾ ആയിട്ട് ജീവിച്ച അറിയപ്പെടുന്ന ഒരു താരം, പെട്ടെന്ന് ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ അപ്രതീക്ഷിതമായി ചില കാര്യങ്ങൾ സംഭവിച്ചു. പുള്ളി താഴെ സ്കോർ ബോർഡിൽ നിന്ന് താഴെ വീണു. പിന്നെ ഭയങ്കര ഡിപ്രഷൻ, സപ്രഷൻ, ഒപ്രഷൻ, ഇല്ലാത്ത പ്രശ്നങ്ങൾ കാണില്ല, അങ്ങനെയായി മാറും. പക്ഷേ മീനിങ് ഫുൾ ലൈഫാണെങ്കിലോ, ഇവിടെ ഒരു അവാർഡും കിട്ടിയില്ലെന്ന് വിചാരിച്ചോ, പുള്ളി മറ്റുള്ളവരെ സഹായിക്കുന്നു, കരുണയോടെ പെരുമാറുന്നു, പ്രാർത്ഥിക്കുന്നു, പിന്നെ എന്താ, സ്നേഹിക്കുന്നു, നന്നായി വർത്തമാനം പറയുന്നു, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. അവൻ ജീവിതം ആഘോഷിക്കും. അവൻ അവാർഡ് കിട്ടിയാലേ ഞാൻ ഹാപ്പി ആകുമെന്ന് ഇല്ല. ഓക്കെ, ആരും എല്ലാവരും മക്കളെ നല്ലതാണ്, മിടുക്കനാണെന്ന് പറഞ്ഞില്ലെങ്കിൽ അവൻ ഇങ്ങനെ കയറി അങ്ങ് പൊക്കോളും. അപ്പോൾ മീനിങ് ഫുള്ളായിട്ട് ജീവിക്കുന്നതാണ് വളരെ വളരെ പ്രധാനം.
ഓക്കെ. അപ്പം നമുക്ക് സക്സസ്ഫുൾ ആകണോ അതോ മീനിങ് ഫുൾ ആകണോ? മീനിങ് ഫുൾ ആകണം. ഉള്ളിലേക്ക് യാത്ര ചെയ്ത് കർത്താവ് തന്ന കഴിവുകൾ കണ്ടെത്തി ജീവിക്കണം. വചനത്തിൽ പറയുന്നില്ലേ, സുഭാഷിതങ്ങളിൽ, തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരുകയില്ല. ഓക്കെ, തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. അതാരാ കുറിച്ചിട്ട്? ഇത് നമ്മളെ സെറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നമ്മളെ തന്ന ദൈവം ഓൾറെഡി പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കിയിട്ടുണ്ട്, സ്കെലിറ്റൺ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി മജ്ജയും മാംസമൊക്കെ പിടിപ്പിച്ച് ഇച്ചിരി ഫ്ലഷ് ചെയ്താൽ മതി, ബാക്കി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വചനത്തിൽ ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി പറയുകയാണ്, തീർച്ചയായും എനിക്കൊരു ഭാവിയുണ്ട്, എൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരുകയില്ല. ഇതുപോലെ ജെറമിയ 29:11 നമ്മൾ കാണില്ലേ, കർത്താവ് അരുൾ ചെയ്യുന്നു, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരുകയില്ല, ശാശ്വതമായ ഭാവിയും നിനക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരു ജീവിതമുണ്ട്. അപ്പോൾ സിസ്റ്റർ ക്ലിയർ ആയിട്ടല്ല പറഞ്ഞ, ഈ 29:11 എടുത്താൽ മനസ്സിലാവും ഈശോ നമ്മളെക്കുറിച്ച് ഒരു പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ട്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്കിതുപോലെ ജീവിക്കണം. വേണോ വേണ്ടയോ? ഒരിക്കൽ കൂടി കാണിച്ചു തരാം. ഏത് വേണം? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി. സിസ്റ്ററിന് എന്തായാലും ഇത് മതി. അവാർഡ് കിട്ടിയില്ലെങ്കിൽ സാരമില്ല, സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ഉഷാറായിട്ട് ഉള്ള കാലം ജീവിക്കണം. അപ്പം നിങ്ങൾ ഇതല്ലേ എടുക്കണം. ഓക്കെ, നമുക്ക് ഒന്നിച്ചിതെടുക്കാം. അപ്പം ഇതിനുള്ള ഒരു ടെക്നിക്ക് പറഞ്ഞേട്ടെ, ഒരു കോഡ്, ഒരു ഷോർട്ട് കോഡ് പറഞ്ഞുതരാം. കണ്ടിട്ടുണ്ടോ ഇത്? പപ്പേരെ അമ്മേരെ പേഴ്സിലും പപ്പേരെ പോക്കറ്റിലും വോളറ്റിലൊക്കെ കാണും. എന്തായിരിക്കും സംഭവം? ഇത് ATM കാർഡ്. ഇത് ഫെഡറൽ ബാങ്കിന്റെ ATM കാർഡാണ്. ഈ ATM കാർഡിന്റെ ഗുണം എന്താ? ATM കാർഡ് നമുക്ക് കാശ് ഇങ്ങനെ അടുക്കി പേഴ്സ് നിറച്ച് വെക്കണ്ട. ഈ ഒരു കാർഡ് മതി, ഇന്ത്യയിൽ എവിടെ പോയാലും നമുക്ക് ATM മെഷീനിൽ ഇട്ട് നമുക്ക് കാശ് നമ്മുടെ അക്കൗണ്ടിലുള്ളത് നമുക്ക് എടുക്കാം, അല്ലേ? ഇനി രണ്ടാമത് തന്നെ ഇതിലൂടെ നമുക്ക് ബാങ്ക് ബാലൻസ്, എൻ്റെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. പിന്നെയോ, ഞാനുമായി ബന്ധപ്പെടുന്ന എൻ്റെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളവരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒത്തിരി ഗുണങ്ങളാണ്, അല്ലേ, ഈ ഒരു കുഞ്ഞ് കാർഡ് കൊണ്ട് പ്രയോജനം ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ മക്കളെ ATM എന്താ? ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ. അതിൻ്റെ ഷോർട്ട് ഫോം ആണ് ATM. ഓക്കെ, അപ്പം മനസ്സിൽ ഇങ്ങനെ കുറിച്ച് വയ്ക്കണം ATM. ഓക്കെ, അപ്പം A മീൻസ് നമുക്ക് മീനിങ് ഫുൾ ലൈഫ് നയിക്കാനുള്ള ടിപ്പാണ് സിസ്റ്റർ പറയുന്നത്. A മീൻസ് അപ്പാന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ഓക്കെ, നമ്മൾ സാധാരണ നമ്മുടെ ദൈവം പേടിപ്പിക്കുന്ന ദൈവമല്ല, അങ്ങനെ ശിക്ഷണം നൽകി അടിച്ച് പപ്പടമാക്കി ഹിറ്റ്ലർ പോലെ ബൂർഷ സ്വഭാവമുള്ളതല്ല നമ്മുടെ ദൈവം. നമ്മൾ സ്നേഹിക്കുന്ന ഒരു അപ്പനാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ വീട്ടിൽ നമുക്ക് പപ്പയില്ലേ, പപ്പ, ഡാഡി, അച്ഛൻ എന്നൊക്കെ വിളിക്കും. അതുപോലെ ആ പപ്പയേക്കാൾ ഉപരി ഒരു വലിയ സ്ഥാനം കൊടുത്ത്, ഓക്കെ, നമുക്ക് എന്താണ്, വീട്ടിലൊരു ചെയറുണ്ടെന്ന് വിചാരിക്കുക, ഒരു രാജകീയമായി ഇച്ചിരി ഒരുക്കി വയ്ക്കുമ്പോൾ അതൊരു പ്രത്യേക ശ്രദ്ധയിലെ പ്രധാനമായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഇരുത്തും. അതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന് അപ്പൻ്റെ സ്ഥാനം കൊടുത്ത് നമ്മുടെ ഹൃദയത്തിൽ ഇതുപോലൊരു സ്ഥാനം കൊടുത്ത്, നല്ലൊരു സ്ഥാനം കൊടുത്ത് ഇരുത്തണം. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ എന്നാ, അപ്പാന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. അബ്രഹാം പ്രാർത്ഥിച്ചില്ലേ? അബ്രഹാമിന് ദൈവത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, ദൈവം ചോദിച്ചതെല്ലാം കൊടുത്തു, അല്ലെ, സ്വന്തം മകനെ കൊടുത്തു. ആ വിശ്വാസം നമുക്ക് വേണം. അതുകൊണ്ട് ATMന്റെ A മീൻസ് അപ്പാന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ അപ്പാ, സ്വർഗത്തിലെ അപ്പാ. അപ്പം നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കത്തില്ലേ? പിതാവ് കുറച്ചുകൂടി സ്റ്റൈലിഷ്, ഒരു പ്ലീസിങ്, നമ്മൾ ലോക്കലായിട്ട് ഉപയോഗിക്കണില്ല. അപ്പ സ്വർഗത്തിലെ അപ്പായെ ഒന്ന് സഹായിക്കണേ, എനിക്ക് നീയേ ഉള്ളൂ എന്നും പ്രാർത്ഥിക്കാം. അത്യുന്നതനായ ദൈവമേ, സർവ്വചരാചരങ്ങളെയും സംരക്ഷിച്ച് പരിപാലിച്ച് അങ്ങയുടെ കീഴിൽ കൊണ്ട് നടക്കുന്ന തമ്പുരാനെ എന്നും പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കുഞ്ഞല്ലേ, നമ്മൾ കുഞ്ഞു പിള്ളേരല്ലേ, മക്കളല്ലേ, അപ്പോൾ നമുക്ക് കുഞ്ഞായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ പപ്പായെ എന്നെ സഹായിക്കണം, അപ്പാ കൂടെ വരണേ. അങ്ങനെ അപ്പാ 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 എന്നുള്ള വാക്കുകൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഉപയോഗിക്കണം. ഓക്കെ, അത് A. ഇനി എന്താ? T മീൻസ് ട്യൂഷൻ പഠിപ്പിക്കാൻ നമുക്കൊരാൾ വേണം. കുഞ്ഞുമക്കളൊന്ന് ചിന്തിച്ചേ, നിങ്ങൾ സ്കൂളിൽ പോകുന്നു, നിങ്ങൾക്ക് ഒരു ട്യൂഷനും ഇല്ല. ഓക്കെ, കണക്ക് സ്പെഷ്യലായിട്ട് പറഞ്ഞു തരാൻ ആളില്ല, ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ആളില്ല, ഹിന്ദിയൊക്കെ ഇച്ചിരി ടഫാണ്, പക്ഷെ അതൊന്നും സ്പെഷ്യലായിട്ട് നമുക്ക് ആളില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് എല്ലാവർക്കും എല്ലാത്തിനും ട്യൂഷൻ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ മക്കളെ. നമുക്ക് ഈശോ ബുദ്ധി വിവേകമൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ സാധാരണഗതിയിൽ, സാധാരണ റേഞ്ചിൽ ചിന്തിക്കുമ്പോൾ നമ്മളിപ്പം 10ാം ക്ലാസ്സിൽ പോകുന്നു, അല്ലെങ്കിൽ ഉയർന്ന പരീക്ഷയ്ക്ക് നമ്മൾ ആരെങ്കിലും ഒന്ന് പഠിപ്പിക്കണം. ഓക്കെ, ചില കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞ് ക്ലാരിറ്റി തന്ന് പഠിപ്പിക്കണം. ഓക്കെ, അങ്ങനെ ഒരാളുള്ളത് നല്ലതല്ലേ? ഒറ്റയ്ക്ക് പഠിക്കുന്നത് ഒരു എക്സ്പേർട്ടായിട്ടുള്ള, അതിൽ ഫുൾ A+ വാങ്ങിച്ച് PhD എടുത്ത ഒരാളുള്ളതും
തമ്മിൽ വ്യത്യാസമുണ്ട്, പഠിപ്പിക്കുന്ന വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഒരാളുള്ളത് നല്ലതാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മളെ പഠിപ്പിക്കാൻ ഒരു ട്യൂഷൻ സാറ്, ഒരു ട്യൂഷൻ മാസ്റ്റർ നമുക്ക് വേണം. ആ മാസ്റ്ററാണ് പരിശുദ്ധാത്മാവ്. ഓക്കെ, അപ്പം ടി എന്ന് പറഞ്ഞാൽ നമ്മളെ ട്യൂഷൻ പഠിപ്പിക്കേണ്ടത്, നമുക്ക് ജീവിതത്തിൽ വഴികാട്ടിയായി എപ്പോഴും കൂടെ വേണ്ടത് പരിശുദ്ധാത്മാവാണ്. എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കണം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ഓക്കെ, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. അല്ല പറഞ്ഞ് ഈശോ പറഞ്ഞ്. അപ്പോൾ ഈശോ വാഗ്ദാനം ചെയ്ത നമ്മൾ ചോദിച്ച് വാങ്ങിക്കണം. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് സിസ്റ്ററിന് ഈ പാവ കുഞ്ഞ് വേണമെങ്കിൽ എന്നാ ചെയ്യും? എനിക്കൊന്ന് തരാവോ, പ്ലീസ് ഒന്ന് തരാവോ എന്ന് പറയുമ്പോൾ എന്നോട് സ്നേഹമുള്ള ആ ചേട്ടനോ ചേച്ചി എനിക്ക് തരും. അപ്പം ഞാൻ ചോദിക്കാതെ ഇരുന്നിട്ട് അയ്യോ ഇത് കിട്ടിയാൽ കൊള്ളാമായിരുന്നു, ഞാൻ ഇങ്ങനെ മനസ്സിൽ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാലോ അവർക്ക് മനസ്സിലാകണമെന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ ചോദിക്കുന്നു. ഇതുപോലെ ഈശോയോട് ചോദിച്ച് പരിശുദ്ധാത്മാവിനെ വാങ്ങി ഉച്ചി തൊട്ട് ഉള്ളങ്കാല് വരെ നിറയ്ക്കണം. അപ്പോൾ നമ്മൾ ട്യൂഷൻ പഠിപ്പിക്കേണ്ട ആരാ? പരിശുദ്ധാത്മാവ്. എ മീൻസ് അപ്പാന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. അപ്പം ഇനി ഏതാ? ഒരു വാക്കും കൂടിയുണ്ട്, ഒരു ലെറ്ററും കൂടിയുണ്ട്. അതെന്തായിരിക്കും? ATM. ഓക്കെ, എം മീൻസ് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് മാതാപിതാക്കളുടെ അനുഗ്രഹം. ചുമ്മാ നിങ്ങൾ വിചാരിക്കുക, പപ്പയും അമ്മയുടെയും ബ്ലെസ്സിങ് ഇല്ലാതെ, അനുഗ്രഹം ഇല്ലാതെ ഈ ലോകത്തിൽ നമുക്കൊന്നും നേടാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്നാ ചെയ്യണം? പപ്പയുടെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങണം. കുഞ്ഞുമക്കൾ പരീക്ഷയ്ക്ക് പോണതിന് മുമ്പ്, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല കാര്യം ചെയ്യാൻ പോണതിന് മുമ്പ്, ഇപ്പം നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ചെയ്യില്ലേ, മത്സരത്തിനൊക്കെ പങ്കെടുക്കാൻ പോകും. അപ്പോൾ ഏത് നല്ല കാര്യത്തിന് പോയാലും തല ഇങ്ങനെ കുനിച്ചു കൊടുക്കണം. എന്നിട്ട് അമ്മേരെ കൈയെടുത്ത് വെച്ചിട്ട് പറയണേ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ, പപ്പായെ ജോലിക്ക് പോണതിന് മുമ്പ് ഒന്ന് അനുഗ്രഹിച്ചിട്ട് പോയേ എന്ന് പറഞ്ഞ് നമ്മൾ തല താഴ്ത്തി കൊടുക്കണം. ഇങ്ങനെ താഴ്ത്തി കൊടുക്കുമ്പോൾ അത് എളിമയല്ലേ കാണിക്കുന്നത്? വചനത്തിൽ എന്താ പറയണത്? പ്രഭാഷകൻ 3:18-19 പറയുന്നത്, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. അപ്പോൾ ആർക്കാ ഇഷ്ടം? ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മൾ പ്രിയപ്പെട്ടതായി മാറി, കണ്ണിലെ കൃഷ്ണമണി പോലെയായി. അപ്പോൾ മക്കളെ, നിങ്ങൾ തല കുനിച്ചു കൊടുക്കണം. ഈ വളയുന്നത്, ഈ ശിരസ് നമിക്കുന്നത് എളിമയാ കാണിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഏറ്റവും വലിയ അവാർഡ് വാങ്ങാൻ പോകുന്ന ആൾ മന്ത്രിയുടെ അടുത്തോ പ്രസിഡന്റിൻ്റെ അടുത്തോ പോകുമ്പോൾ അവരിങ്ങനെ മസിലും കാണിച്ചിട്ടാണ് പോണത്? അല്ലേ, അവരിങ്ങനെ എളിമയോടെ കാണിക്കും, സമ്മാനം വാങ്ങുന്നു. ഇങ്ങനെയല്ലേ? ആ എളിമ നമുക്ക് എപ്പോഴും വേണം. ഇങ്ങനെ എളിമപ്പെടുന്നവരെ ദൈവം പിടിച്ചങ്ങ് ഉയർത്തിക്കോളും. ഓക്കെ, അപ്പോൾ അച്ഛൻ്റെ അമ്മേരെ, ഇവരുടെ മാത്രമല്ല മുതിർന്നവരിപ്പം നമ്മുടെ അങ്കിൾമാർ വീട്ടിലുണ്ടെങ്കിൽ, ആൻറ്റിമാരോ അപ്പച്ചനും അമ്മൂമ്മ അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ തലയ്ക്ക് മുതിർന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൈകൂപ്പി അവരെ ബ്ലെസ്സിങ് വാങ്ങണം. ഇങ്ങനെ ബ്ലെസ്സിങ് വാങ്ങി നിറയ്ക്കണം. മാത്രമല്ല നമ്മുടെ പള്ളിയിലൊക്കെ അച്ഛന്മാർ, സിസ്റ്റേഴ്സ് കാണില്ലേ, ഇപ്പോൾ സിസ്റ്ററിനെ പോലെയൊക്കെ ഉള്ള സിസ്റ്റർമാർ കാണും, അച്ഛന്മാർ കാണും, അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കണം. അങ്ങനെ അപ്പോൾ ഒന്നാമത്തെ എമ്മിൻ്റെ 1 മാതാപിതാക്കളുടെ അനുഗ്രഹം, മുതിർന്നവരുടെ അനുഗ്രഹം. ഓക്കെ, 2 മാലാഖമാരുടെ സംരക്ഷണം. ഓക്കെ, എന്ന് പറയുമ്പോൾ എന്താ? മാലാഖമാരറിയാലോ, നമ്മൾ ജനിക്കുമ്പോൾ അല്ലെ ഭൂമിയിലേക്ക് വരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി 24/7 കൂടെ നടക്കാൻ ഒരു ക്യൂട്ട് മാലാഹയും കൂടി തന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ചിലപ്പോഴൊന്നും നമ്മൾ ഈ മാലാഹയുടെ സംരക്ഷണം ചോദിക്കാറില്ല. അപ്പം മക്കൾ, നമുക്ക് ഇന്ന് മുതൽ പ്രത്യേകമായിട്ട് മാലാഖയുടെ സംരക്ഷണം ചോദിക്കാം, കൂട്ടുപിടിക്കാം. ഓക്കെ, അപ്പം മാലാഹമാർ, പ്രത്യേകിച്ച് മാലാഹമാർ ഒരു കൂട്ടമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവരാണ് 9 മാലാഖമാർ, കാവൽ മാലാഹമാർ, ഗബ്രിയേൽ മാലാഹമാർ, മിഖായേൽ മാലാഹമാർ കേട്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെ സ്രാപ്പേന്മാർ, ക്രോപ്പേന്മാർ എന്ന് പറഞ്ഞ പല കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കാവൽ മാലാഹയുടെ സംരക്ഷണം ചോദിക്കണം. ദാനിയേൽ സിംഹക്കൂട്ടിൽ കിടന്നപ്പോൾ സഹായിക്കാനും, പരിശുദ്ധ അമ്മ ഈശോ പറഞ്ഞതിന് മുന്നറിയിപ്പ് കൊടുത്തത് ആരാ? മാലാഖയാണ്. ഔസേ പിതാവ് ഉറങ്ങിക്കിടന്നപ്പോൾ സ്വപ്നം കൊടുത്തത് ദൂതനാണ്. അപ്പോൾ അതുപോലെയൊക്കെ നമുക്കും ഉണ്ട്. നമ്മളൊന്ന് ജ്വലിപ്പിച്ച് ഒന്ന് കൂട്ടുപിടിച്ചാൽ മതി, ഇതേ എല്ലാം സെറ്റാവും. ഓക്കെ, അവർ നമ്മളോട് സംസാരിക്കും, നമ്മളെ ഗൈഡ് ചെയ്യും. അപ്പോൾ മൂന്നാമത്തത് മാലാഖമാരുടെ സംരക്ഷണം, മാതാപിതാക്കളുടെ അനുഗ്രഹം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി കാണാം. ATM എന്ന് വെച്ചാൽ എന്താ? ATM. എ മീൻസ് അപ്പാന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ടി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ട്യൂഷൻ എടുക്കാൻ നമുക്കൊരാൾ വേണം. അതാരാണ്? പരിശുദ്ധാത്മാവ്. എം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ അനുഗ്രഹം, മാലാഖമാരുടെ സംരക്ഷണം. ഇത് ഏത് തരം ലൈഫ് ജീവിക്കാനാണ്? നമുക്ക് ഇതില്ലേലും ജീവിക്കാം.
അല്ലേ? ഇത് മീൻസ് കാർഡല്ല, സമ്പത്ത് നമുക്ക് അത്യാവശ്യം വേണം ലോകത്തിൽ. അതല്ല സിസ്റ്റർ ഉദ്ദേശിച്ചത്. ATM ആ മെത്തേഡ് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ജീവിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കളർഫുള്ളായിട്ട്, മീനിങ് ഫുള്ളായിട്ട് ജീവിതത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും ഒക്കെ മനസ്സിലാക്കി ഈ ലാഡർ കയറാൻ, ഈ ഏടി ഇങ്ങനെ കയറി ഇങ്ങനെ മുകളിലേക്ക് പോകാൻ നമുക്ക് എന്ത് വേണം? ഇതിലൊരു കുഞ്ഞു മെത്തേഡാണ് സിസ്റ്റർ പറഞ്ഞത്, ATM. ഓക്കെ, ഇനി മക്കളെ പുറകുവശത്ത് ഒരു മരമുണ്ട്, കണ്ടായിരുന്നോ? മരം ഓക്കെ, ഇങ്ങനെ വെച്ചാൽ കാണാമല്ലോ. ഇത് മരത്തിൻ്റെ, വിചാരിക്കുക സിസ്റ്റർ സ്കെലിറ്റനെ വരച്ചിട്ടുള്ളൂ, നമ്മൾ മനസ്സിലൊന്ന് കാണുക. ഇവിടെ നിറയെ ഇലകളും ബ്രാഞ്ചസും ഉണ്ട്, ശിഖരങ്ങളൊക്കെ ഉണ്ട്. ഇത് അതിൻ്റെ തടി ഭാഗമാണ്, ഇത് വേര്. ഓക്കെ, ഇതാണ് 3 ഭാഗം കാണിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് സിസ്റ്റർ ഇവിടെ എഴുതുവാണ്, നമുക്ക് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് നമുക്ക് സെൻട്രൽ എഴുതാം. അപ്പം നമ്മൾ ഇവിടെ ആഗ്രഹിക്കുവാണ് എന്താ? സക്സസ് വേണോ, മീനിങ് ഫുൾ വേണോ? മീനിങ് ഫുൾ എഴുതാം അല്ലേ? അപ്പം നമ്മുടെ ആഗ്രഹം, നമ്മൾ എന്ത് നേടിയെടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമ്മൾ എത്ര കാലം ജീവിച്ചാലും ഇതുപോലെ നമുക്ക് മീനിങ് ഫുള്ളായിട്ട് ജീവിക്കണം. ഓക്കെ, ഇനി അടുത്ത് ഈ മീനിങ് ഫുള്ളായി ജീവിക്കണമെങ്കിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം? ഓക്കെ, എന്തൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത് അച്ചീവ് ചെയ്യണത്? ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം എന്തൊക്കെ ചെയ്യണം. അപ്പോൾ ഒന്നാമത്തത്, ആദ്യം വേണ്ടത് സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെപ്പറ്റി നല്ലൊരു ഗ്രാഹ്യം നമുക്കുണ്ടാവണം. ഉദാഹരണത്തിന് എൻ്റെ കഴിവുകൾ എന്താ, എൻ്റെ കുറവുകൾ എന്താ, എൻ്റെ വികാരങ്ങളിൽ ദേഷ്യമാണോ, വെറുപ്പാണോ, അതോ സ്നേഹമാണോ, സന്തോഷമാണോ, എന്താന്നുള്ളത് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുന്നു. ഓക്കെ, എനിക്ക് ഏത് കാര്യത്തിലാണ് വീക്ക്? ഉദാഹരണത്തിന് പഠിക്കുന്ന കുഞ്ഞുമക്കളല്ലേ, പഠനത്തിൽ എന്താ എൻ്റെ പ്രശ്നം? ഓക്കെ, നമ്മളത് ചിന്തിക്കുന്നു. ഓക്കെ, എനിക്ക് മാർക്ക് കുറയാൻ കാരണം സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ എനിക്ക് മാർക്ക് കുറയാൻ കാരണം അക്ഷരം, തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ കയറി അപ്പുറത്ത് പോയി പട്ടാമ്പി വഴി ചെന്നൈയിലാണ് പോയി നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെ കയറി പോകുന്നു, അതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ ടീച്ചേഴ്സിനെ കാണുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടക്കേട് തോന്നുന്നു, അവർ മാർക്ക് കുറയ്ക്കുന്നു. അങ്ങനെ പ്രശ്നം ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ സിസ്റ്റർ എഴുതട്ടെ, സെൽഫ് അവെയർനെസ് എന്ന് വെച്ചാൽ എന്താ? ഞാൻ എന്നെപ്പറ്റി ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നു. ഞാൻ ആരാ, എൻ്റെ കഴിവുകൾ എന്താ. ഓക്കെ, സെൽഫ് അവെയർനെസ്. ഓക്കെ, എൻ്റെ കഴിവും എൻ്റെ കുറവും. കഴിവെന്ന് പറയുമ്പോൾ ഓക്കെ, എനിക്ക് പാടാൻ ദൈവം ഒരു കൃപ തന്നിട്ടുണ്ട്, എഴുതാനൊരു കൃപ തന്നിട്ടുണ്ട്, മര്യാദയ്ക്ക് വിചാരിച്ചാൽ പഠിക്കാനുള്ള കഴിവുമുണ്ട്. ഇങ്ങനെ ഞാൻ എന്നെ തന്നെ കണ്ടെത്തുന്നു. ഓക്കെ, അതുമാത്രമല്ല കേട്ടോ, എൻ്റെ വീടിൻ്റെ അവസ്ഥ എന്താ, പപ്പയുടെ അവസ്ഥ എന്താ, അമ്മ എങ്ങനെയാണ്, അമ്മ ഒത്തിരി കഷ്ടപ്പെടുന്ന അമ്മയാണ്. അതുപോലെ നമ്മൾ വീട്, കുടുംബം, ചുറ്റുപാടൊക്കെ മനസ്സിലാക്കുന്നു. ഇനി അടുത്തെന്താ വേണ്ടത്? കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ മക്കൾ എന്താണ് അർത്ഥം? നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ, നമുക്ക് ആശയവിനിമയം നടത്താനുള്ള ഒരു കൃപ, കമ്മ്യൂണിക്കേഷൻ. നല്ല വാക്കുകൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല ബോഡി ലാംഗ്വേജ്, നമ്മൾ നേരെ നിൽക്കുന്നു. ഇതൊക്കെ നമ്മൾ ഒരാശയം മറ്റുള്ളവരെ അറിയിക്കുന്നതിൽ, മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിൽ സഹായിക്കും. ഓക്കെ, നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം. അടുത്ത് നമുക്കൊന്നും കൂടി എഴുതാം, എമ്പതി എന്ന് വെച്ചാൽ അറിയാവോ? മറ്റുള്ളവരുടെ വികാരം നമ്മൾ മനസ്സിലാക്കുന്നു. എമ്പതി. ഓക്കെ, മറ്റുള്ളവരുടെ വികാരം എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ അടിച്ചാൽ അയാൾക്ക് വേദനിക്കും, അയാൾക്ക് സങ്കടം വരും. നമ്മൾ ഒരാളെ അല്ലെങ്കിൽ അമ്മയെ എല്ലാവരുടെ മുമ്പിൽ വെച്ചും പറയണം അമ്മ കൊള്ളില്ല, അമ്മ ഒന്നിനും കൊള്ളില്ല, അമ്മ എപ്പോഴും ഇങ്ങനെയാണ്. ഇങ്ങനെ പറയുമ്പോൾ അമ്മയുടെ മനസ്സിൽ എന്തായിരിക്കും? സങ്കടം വരില്ലേ, വിഷമം വരില്ലേ? അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അതാണ് എമ്പതി, മറ്റുള്ളവരെ മനസ്സിലാക്കി പെരുമാറുക. ഇനി ലാസ്റ്റ് നമുക്ക് ഒരു സ്ഥലം കൂടിയുണ്ട്, പ്രേയർഫുൾ. ദൈവത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്രണയം എന്ന് പറഞ്ഞാലേ കട്ടയ്ക്ക് പ്രണയം എന്ന് പറഞ്ഞാൽ കർത്താവില്ലാതെ ഒരു ജീവിതമില്ല. ഒക്കെ അങ്ങനെ പ്രെയർ ലൈഫ് പക്കയായിട്ട് ജീവിക്കുന്നു. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ 4 കാര്യങ്ങളാണ് ഇവിടെ ഫോക്കസ് ചെയ്തത്. എന്താണ്? എനിക്ക് എന്നെ പറ്റി അറിയാം, ഞാൻ ആരാ, ഞാൻ എന്താ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ, എൻ്റെ പപ്പയും അമ്മയും സമ്പത്തും ഒക്കെ എന്താ, ക്ലിയർ കട്ട് കുറച്ചൊക്കെ ധാരണയുണ്ട്. 2, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മയത്തിലും നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നു. 80, മറ്റുള്ളവരുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. 3, 4-മത്തെ എന്താ, ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രെയർ ലൈഫ്. എൻ്റെ ദൈവം എന്നെ സഹായിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്ത് ഞാൻ മീനിങ് ഫുള്ളിലേക്ക് കയറി. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഓക്കെ, ഔട്ട്പുട്ട് എന്തായിരിക്കും? ഓക്കെ, 1 നമ്മൾ പറഞ്ഞതുപോലെ സന്തോഷം, അല്ലേ?
സന്തോഷം വേണ്ട, അതിനെക്കാട്ടിൽ ഹയർ ലെവലാണ് ആനന്ദം. ഓക്കെ, ലോക സന്തോഷം തരും, ഉള്ളിൽ നിന്ന് നമുക്ക് ദൈവം ആനന്ദം തരും. ഓക്കെ, പിന്നെ എന്തായിരിക്കും മക്കളെ? പിന്നെ എന്തായിരിക്കും? നമുക്ക് സമാധാനം, ശാന്തി. നമുക്കെല്ലാം ഉണ്ടെങ്കിലും ഒരു ശാന്തി അല്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലെങ്കിൽ പോക്ക് കേസല്ലേ? എന്ന് വെച്ചാൽ ഒന്നുമില്ലാത്തതിന് തുല്യമാണ്. എല്ലാം ഉണ്ട്, ശാന്തതയില്ല. എന്നാൽ ശാന്തതയുണ്ട്, ബാക്കി ഒന്നുമില്ല, നോ പ്രോബ്ലം, വഴിവെക്കിലും കിടന്ന് നമുക്ക് ഉറങ്ങാം. ഓക്കെ, അപ്പം മീനിങ് ഫുൾ ലൈഫ് ചെയ്യുമ്പോൾ നമുക്ക് ശാന്തത കിട്ടും, സ്വസ്ഥത കിട്ടും, ഉത്കണ്ഠ കുറയും, ദേഷ്യം കുറയും, വലിയ സ്വപ്നങ്ങൾ കാണും. അപ്പോൾ ഇത് നമുക്ക് ബേസായിട്ട് കുറച്ച് നമ്മൾ എഴുതിയായിരുന്നു. അപ്പം മക്കളെ നോക്കിക്കേ. അപ്പം മീനിങ് ഫുൾ ലൈഫ് എന്നാണ്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്താലേ എന്തെങ്കിലുമൊക്കെ ആയി തീരത്തുള്ളൂ. അപ്പം സക്സസ് ആണ് ഇവിടെ വന്നിരുന്നെങ്കിലോ നമ്മൾ രാവും പകലും നമ്മൾ പഠിക്കുന്നു, ബുക്ക് വായിക്കുന്നു, ഭയങ്കര ഫോക്കസ്ഡ് ആകുന്നു, അതേസമയം വേറെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നില്ല. നമ്മൾ മീനിങ് ഫുൾ ലൈഫ് ആകുമ്പം സക്സസ്സും കിട്ടും, അതിനോടൊപ്പം നമ്മളിത് ആനന്ദം, ശാന്തത, സ്വസ്ഥത, സമാനം, ഇങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കും. ഇങ്ങനെ ഒരു മരം വരുന്നു, വളർന്ന് കുഞ്ഞുമക്കളൊക്കെ വളർന്ന് പടർന്ന് പന്തലിച്ച് കായ്ബലങ്ങൾ തൂങ്ങിക്കിടക്കുന്നു. എന്ത് രസമായിരിക്കും അല്ലേ? ജീവിതം അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിച്ചത് എന്താ? സക്സസ്ഫുൾ ലൈഫും മീനിങ് ഫുൾ ലൈഫും നമ്മളെടുത്ത് തന്നെ മീനിങ് ഫുള്ളായിട്ട് ഹാപ്പി ആയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തമ്പുരാനുമായിട്ട് ചേർന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് അങ്ങ് വളർന്ന് കയറുക. ഓക്കെ, അങ്ങനെ ആയിരിക്കട്ടെ. ജീവിതം ഉത്സാഹത്തോടെ, സന്തോഷത്തോടെ, ആനന്ദത്തോടെ നമുക്ക് ജീവിച്ച് തീർക്കാം. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ഗോഡ്.